കൊല്ലത്ത് വന്നാൽ എന്തുണ്ട് കാണാൻ എന്ന് ചോദിക്കുന്നവരോട് എനിക്കുള്ള ആൻസർ ദേ ഇതൊക്കെ നിങ്ങൾക്ക് കാണാനുള്ളതാണ്. ഇത് കൊല്ലത്തിന്റെ പ്രശസ്തമായ മൺട്രോ ഐലൻഡ്. ഞങ്ങൾ ഇതിനെ മൺട്രോ തുരുത്ത് എന്ന് വിളിക്കും. കോവളത്തും വർക്കലയിലും ഒക്കെ വരുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൺട്രോ ഐലൻഡ് ആണ്. കാരണം കേരളത്തിന്റെ സോൾ അറിയാൻ ഇതിലും മികച്ചൊരു പ്ലേസ് വേറെയില്ല. തുഴഞ്ഞു പോകുന്ന വള്ളങ്ങളും കുട്ടിപ്പാലങ്ങളും തെങ്ങിൻ തോപ്പുകളും കണ്ടൽ കാടുകളും ഒക്കെയാണ് മൺട്രോ ഐലൻഡിന്റെ പ്രത്യേകത. മൺട്രോ സാഹിബിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ഐലൻഡ് 8 ചെറിയ ദ്വീപുകൾ ചേർന്നതാണ്. മൺട്രോ തുരുത്തിന്റെ മനോഹാരിത നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കനാൽ ക്രൂയിസ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടുത്തെ പ്രശസ്തമായ ഫോട്ടോ സ്പോട്ടാണിത്. കൂടുതൽ ആളുകളും ഇവിടെ സൺസെറ്റ് കാണാനായിട്ടാണ് വരുന്നത്. 3 മണിക്കൂർ നേരത്തേക്കാണ് ഞാൻ കനാൽ ക്രൂയിസ് എടുത്തത്. 1500 രൂപയാണ് 7 പേർക്ക് കയറാവുന്ന ബോട്ടിന്റെ ചാർജ്. അപ്പോൾ എങ്ങനെയാ, കൊല്ലത്തോട്ട് വണ്ടി വിടുവല്ലേ?